എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാൽ രചിക്കപ്പെട്ട പുതിയ നിയമം, അത് മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ അവസാനം വരെ വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതിയ നിയമം. എല്ലാ ദിവസവും തുടർമാനമായി വായിക്കുക. ഇപ്പോൾ പല സംവിധാനമുണ്ട്, കേൾക്കാനുള്ള സംവിധാനമുണ്ട്. എത്രത്തോളം ദൈവവചനം കേൾക്കുന്നുവോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നുവെന്ന്. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം, വചനത്തിൽ ജീവിക്കണം, വചനത്തിൽ പ്രവർത്തിക്കണം, രാപ്പകൽ ധ്യാനിക്കണം. എപ്പോഴും ദൈവവചനവുമായി ബന്ധമുള്ള ഒരാളെ നിങ്ങൾ എന്നെ കാണിച്ചു തരാമോ? ആ വ്യക്തി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തിയുള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തി ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ മറികടക്കും. ഇന്ന് ദൈവമക്കളുടെ ഇടയിലുള്ള പ്രശ്നം, അയ്യോ ഞാൻ പാവപ്പെട്ട ദൈവമകളാണ്, ദൈവമകനാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നീ ശക്തയായ ഒരു ദൈവ പൈതലായി മാറണം. ദൈവവചനത്തിൽ ജീവിക്കാത്ത കാലത്തോളം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയില്ല, മറികടക്കാൻ കഴിയില്ല. അത് മറികടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ചിലരെ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിലും സഭയിലാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വ്യക്തിയല്ല. സഭയെ ഒരുമിച്ച് കൊണ്ടുപോകാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താനും അവരെ ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ പരിഹരിച്ച് നാളെ അനേകർക്ക് നിങ്ങളൊരു മാതൃകയായി മാറാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഓരോ കാട്ടിലുള്ള ഓരോ സിംഹത്തെ നോക്കിയേ, ആ സിംഹങ്ങൾ അവരവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവരെ കണ്ടു വളർന്നു വരുന്ന ആ സിംഹക്കുട്ടികൾ വളർന്നിട്ട് അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നത് ആ വലിയ അപ്പനും അമ്മയായ സിംഹങ്ങളല്ല. അവർ വളർന്നു കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവരവർ തന്നെ പരിഹരിക്കുന്നു. സകല ജീവികളെ നോക്കിക്കും, എല്ലാ ജീവികളും അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. മനുഷ്യരുടെ ഇടയിൽ മാത്രമാണ് മടിയന്മാരുടെ സന്തതികൾ. വയസ്സായിട്ടും അപ്പനും അമ്മയും തന്നെ പിള്ളേരെ നോക്കണം. നമ്മുടെ പ്രത്യേകിച്ച് മലയാള സംസ്കാരത്തിൽ വയസ്സായ അപ്പനും അമ്മയും തന്നെ 60, 70, 80 വയസ്സായ അപ്പൻ ജോലി ചെയ്തിട്ട് വേണം ചില വീട്ടിൽ മക്കളെ നോക്കാൻ. ഇന്ന് മക്കളെ ജീവിതത്തിൽ സഹായിക്കുന്നത് അപ്പനും അമ്മയാണ്. അങ്ങനെയല്ല ദൈവവചനത്തിലെ വ്യവസ്ഥകൾ. വളരണം, കുറെ കാലമൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കണം. അതിന് ദൈവവചനം വായിക്കണം, വിശ്വാസത്തിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം തഴച്ചു വളരുന്ന വൃക്ഷങ്ങളായി മാറണം. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത വൃക്ഷമാകണമെന്ന് നമ്മൾ യിരെമ്യാ പ്രവചനം 17 സങ്കീർത്തനം 1 കാണുന്നു. ഒരിക്കലും ഒരു പ്രശ്നം വന്നാലും നാം തളർന്നു പോകില്ല. നാം ഈ ഭൂമിയിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം, തഴച്ചു വളരണം, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. വേദപുസ്തകം നന്നായി വായിക്കുക. വായിക്കുന്നവരുടെ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം എല്ലാം മെച്ചമാകും. ബൈബിൾ വായിക്കുന്ന, ധ്യാനിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അഭിഷേകത്താൽ നിറയും. അവരുടെ ലൈഫ് സ്റ്റൈലേ മാറും. കുതിച്ചുയരാം, കർത്താവിന് വേണ്ടി നിൽക്കാം. നമുക്ക് ഈ വേദപുസ്തകത്തെ തന്ന ദൈവത്തെ പാടി ആരാധിക്കാം. Oh Lord my God, when I awesome wonder consider all the words the hands that made, I see the stars, I hear the rolling thunder, thy power throughout
the universe display. Then since my soul, my Savior, God, to thee, how great thou art, how great thou art. Then since my soul, my Savior, God, to thee, how great thou art, how great thou art. Then since my soul, my Savior, God, to thee, how great thou art, how great thou art. Then since my soul, my Savior, God, to thee, how great thou art, how great thou art. O Devame, Rajadi Rajadeva, Adiyandam illa Maheshane, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. 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 Then since my soul, my Savior, God, to thee, how great thou art, how great thou art. Then since my soul, my Savior, God, to thee, how great thou art, how great thou art. ഈ ആഴ്ചയിലെ ഓരോ സന്ദേശങ്ങളും മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം ദിവസം, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ധ്യാനിച്ചത്. 2-ാം ദിവസം അത് ചൊവ്വാഴ്ച, 3-ാം ദിവസം അത് ബുധനാഴ്ച, ഇന്ന് 4-ാം ദിവസം, ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 14 മുതലാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പകലും രാവും തമ്മിൽ വേർതിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. പകലും രാവും തമ്മിൽ വേർതിരിക്കണം. അപ്പൊ ദൈവത്തിനൊരു പകലിനെ വേണം, ദൈവത്തിന് ഒരു രാത്രിയെ വേണം. അതിനുള്ളൊരു സംവിധാനം ദൈവം അവിടെ കൊണ്ടുവരികയാണ്. ചിലതിനെ ദൈവം ഉണ്ടാക്കുകയാണ്. ദൈവത്തിനൊരു പകല് വേണം, ദൈവത്തിന് ഒരു രാത്രി വേണം. അപ്പോൾ പകൽ എന്നുള്ളത് ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ്. രാത്രി എന്ന് പറയുമ്പോൾ ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി. ഒന്നുകൂടി പറഞ്ഞാൽ, മൃഗങ്ങളിറങ്ങി നടക്കുന്ന, കള്ളന്മാരിറങ്ങി നടക്കുന്ന,
ദുഷ്ടന്മാരിറങ്ങി നടക്കുന്ന, പാപത്തിൻ്റെ സാധ്യതകൾ കൂടുന്ന ഒരു സമയം അത് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ പകൽ അതും ഈ ഭൂമിയിലുണ്ട്. പകൽ ദൈവം തൻ്റെ ജനത്തിന് തന്നിരിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നാൽ പകലിൽ ഉള്ളിടത്തോളം നാം പകലിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ശിഷ്യന്മാരും ആ വഴി വരുന്നു. ഉടനെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, കർത്താവേ, ഇവൻ കുരുടനായി പിറന്നത് ഇവൻ്റെ കുഴപ്പമാണോ, ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പമാണോ? കുഴപ്പം കണ്ടുപിടിക്കുന്നതിൽ PhD എടുത്തവരാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. എങ്ങനെ ഒരു കുഴപ്പം കണ്ടുപിടിക്കാം? ഇത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? എന്തിനാണ് 200 വെള്ളിക്കാശ് വിലയുള്ള ഈ സുഗന്ധ തൈലം വെറുതെ യേശുവിൻ്റെ മേൽ ഒഴിക്കുന്നത്? കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന. അപ്പോൾ യേശു പറഞ്ഞു, അവളെ തടുക്കരുത്, അവളെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ്. ഈ ലോകത്തിൽ സുവിശേഷം എത്ര കാലമുണ്ട് അത്രയും കാലം അവളും പ്രസംഗിക്കപ്പെടും. അതിൻ്റെ അർത്ഥം ഞാനും പ്രസംഗിക്കപ്പെടും. എൻ്റെ തലയിൽ ആ സുഗന്ധമൊഴിച്ചവളും പ്രസംഗിക്കപ്പെടും. സുവിശേഷം എത്ര കാലമുണ്ടോ ആ സുവിശേഷത്തിൽ അവൾ ഒഴിച്ച സുഗന്ധം മണക്കും. അപ്പോൾ കുറ്റം കണ്ടുപിടിക്കുന്ന പാർട്ടികൾ അപ്പോൾ തലകുനിച്ചു. കർത്താവേ, ഇവൻ പാപം ചെയ്തതാണോ, ഇവൻ്റെ അപ്പനോ അമ്മയാണോ? അതാണ് അറിയേണ്ടത്. കർത്താവ് പറഞ്ഞു, ഇവനും അല്ല, ഇവൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്തതല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനാണ്. നാം പകലിൻ്റെ മക്കളാണ്. നമ്മളിവിടെ വന്നില്ലേ, ഇന്ന് നമുക്ക് പകലിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യണം. അതാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 9-ൽ പഠിപ്പിക്കുന്നത്. നമ്മൾ പകലിൻ്റെ മക്കളാണ്. ഇവന്റെ ജീവിതത്തിൽ ഏതോ ഒരു രാത്രിയിൽ അത് സംഭവിച്ചതാണ്. ഇവന്റെ ജനനം അതുപോലെയാണ്. ഒരു ഇരുളടഞ്ഞ ഒരു സാഹചര്യം അവന്റെ വീട്ടിലുണ്ടായി. അങ്ങനെ പിറന്നവനാണ്. പാപം ചെയ്തത് കൊണ്ടല്ല. എന്നാൽ ഇവരെല്ലാം പാപികളാണോ? ആണ്. എന്നാൽ യേശു പറഞ്ഞു, പാപം ചെയ്തത് കൊണ്ടല്ല, ഒരു പകലിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. അപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന ചില ഇരുളിന്റെ പ്രവർത്തികളെ തോൽപ്പിക്കുന്ന ഒരു പകലിന്റെ പ്രവൃത്തി വേണം. അതിന് യേശു പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, രാത്രി വാഴാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചം, പകൽ വാഴാൻ വലിപ്പം കൂടിയ വെളിച്ചം. അപ്പൊ പകൽ വാഴുന്നത് വലിപ്പം കൂടിയ വെളിച്ചമാണ്. നാം ഇത്തിരി വലിപ്പം കൂടിയ ഇനങ്ങളാണ്. അതായത് രാത്രിയിൽ സംഭവിച്ചതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള പകൽ വാഴുന്ന വെളിച്ചങ്ങളാണ് നാം. യേശുവിൻ്റെ ഒപ്പം ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ, യേശുവിനെ കൈക്കൊണ്ടവരെല്ലാം വലിയ വെളിച്ചങ്ങളാണ്. വലിയ വലിപ്പമുള്ള വെളിച്ചം. രാത്രി വാഴുന്ന വെളിച്ചങ്ങളുണ്ട്. മഹാന്മാർ രാത്രികളിൽ ഈ ഭൂമി ഇരുട്ടായി കിടക്കുമ്പോൾ അവിടെ വാണിരുന്നവരാണ് ശാസ്ത്രജ്ഞന്മാർ, മഹാന്മാരായ മനുഷ്യർ. അവരുടെ പുസ്തകങ്ങളൊക്കെ വലിപ്പം കുറഞ്ഞ വെളിച്ചങ്ങളാണ്. ചെറിയ പ്രകാശം. നമ്മൾ പറയില്ല, ആ മഹാൻ എഴുതിയ കോട്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്. നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന മഹാനായ മനുഷ്യൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാണ്. ഇന്ത്യയിൽ ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. വലിപ്പം കുറഞ്ഞ വെളിച്ചങ്ങൾ. ഇന്നും ബൈബിളിനേക്കാൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ? വലിപ്പം കുറഞ്ഞ വെളിച്ചങ്ങളാണ്. ഓരോ പുസ്തകവും നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. ഹിസ്റ്ററി വെളിച്ചം തരുന്നു,
ഓരോ മഹാന്മാരുടെ ചരിത്രം നമുക്കൊരു വെളിച്ചം തരുന്നുണ്ട്, ഇല്ലെന്നല്ല. അവരെല്ലാം നമുക്കൊരു വെളിച്ചം തരുന്നുണ്ട്. വലിപ്പം കുറഞ്ഞ വെളിച്ചം. എന്നാൽ പകൽ വാഴുവാൻ, വാഴുക എന്ന ഒരു വാക്കാണ് അവിടെ പറയുന്നത്. അധികാരമുള്ളവരാണ് പകൽ വാഴുക, വാഴാൻ വേണ്ടി ആക്കിയവരാണ്. ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ അമേരിക്ക, റഷ്യ, ഇന്ത്യ, അമേരിക്കക്കാരെന്ത് ചെയ്തു? അമേരിക്കക്കാർ ചന്ദ്രനിലേക്ക് ആളെ വിട്ടു. റഷ്യയാണെങ്കിൽ ചൊവ്വയിലേക്ക് ആളെ വിടാനുള്ള പരിപാടികളും അതിനുള്ള റോക്കറ്റുകളൊക്കെ അയക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ത്യക്കാർ, നമ്മുടെ മലയാളി അച്ചായന്മാർ ഒരുമിച്ചിരുന്ന് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ആളെ വിടണ്ടേ, എവിടെ വിടും? അപ്പോൾ ഒരു അച്ചായൻ പറഞ്ഞു, നമുക്ക് സൂര്യനിലോട്ട് പോയാലോ, നമ്മളെന്തിനാ കുറക്കുന്നേ? അപ്പോൾ ബാക്കി അച്ചായന്മാര് ഈ ജംഗ്ഷനിലൊക്കെ ഇരുന്ന് വെടിയടിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടും പ്രദേശത്തുണ്ടായി. യേശുവിനെ സ്വീകരിച്ചിറങ്ങിയത് കൊണ്ട് കവലയിലിരിക്കുന്നില്ല, ഇത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ജംഗ്ഷനിൽ ഒരു മുറി പീടിയായിട്ട് ഇരുന്നാനെ. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പൊ അച്ചായന്മാർ തമ്മിൽ എങ്ങനെ സൂര്യനിലേക്ക് പോകും? ഭയങ്കര ചൂടല്ലേ. അപ്പൊ അതിനകത്തൊരു ബുദ്ധിയുള്ള ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് രാത്രി പോകാമെന്ന്, സൂര്യനിലോട്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ രാത്രിയില്ല. എവിടെ? സൂര്യനിൽ രാത്രി ഇല്ല. നമുക്കൊരിക്കലും ഒരല്പം പോലും ഇരുട്ട് കാണാൻ കഴിയാത്ത വലിയ വെളിച്ചമാണ് സൂര്യൻ. യേശുവിനെ നീതി സൂര്യനായ ക്രിസ്തുവിനോട് ഉപമിക്കുന്നു. സൂര്യൻ, നീതി സൂര്യൻ എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന്. അപ്പോൾ വാഴണം. കർത്താവ് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, വരട്ടെ. എന്നാൽ പകലുള്ളിടത്തോളം, നമ്മളുള്ളിടത്തോളം, പകലുള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വെളിച്ചങ്ങളാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കും, ഏത് മനുഷ്യന്റെ അവസ്ഥ മാറ്റും. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണീർ തേച്ചു. ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കാഴ്ചയുള്ളവനായി അവൻ മടങ്ങി വന്നു. വെളിച്ചം. അവന്റെ ജീവിതം മുഴുവൻ ഇരുട്ടായിരുന്നു. യേശു അവന്റെ കണ്ണിൽ ചേറ് പൂശിയിട്ട് ശീലോഹം കുളത്തിൽ കഴുകാൻ പറഞ്ഞു. അവൻ പോയി കാഴ്ചയുള്ളവനായി. അതിൻ്റെ അർത്ഥം വെളിച്ചം കാണുന്നവനായി. അന്ധതയിൽ തപ്പിത്തടയുന്ന ഈ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാനുള്ള പകൽ വാഴുന്ന വെളിച്ചങ്ങളാണ് നാം അധികം കാലം ഇവിടെയില്ല. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരും. അതിനു മുമ്പ് പകലിൻ്റെ മക്കൾ ഇവിടെ നിന്ന് പോകും. വെളിച്ചം വസിക്കുന്ന ഇടത്തേക്ക് നാം യാത്ര ചെയ്യും. ഈ ഇരുണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് പോയിരിക്കും. ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള പ്രകാശിക്കുന്ന രാത്രിയില്ലാത്ത പകൽ മാത്രമുള്ള ഒരു നാട്ടിലേക്ക് നമുക്ക് യാത്രയുണ്ട്. ബൈബിൾ അതിനെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വാഴണം. ഒന്നുകൂടി ആ ഭാഗം വായിക്കാം. രാവും പകലും തമ്മിൽ വേർപിരിവാൻ ആകാശവിതാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിതാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. ഇന്ന് ഭൂമിയിൽ ജ്ഞാനമുള്ളവരുണ്ട്. സാധാരണ ജീവിതം നയിച്ചു പോകുന്ന, നമുക്ക് വെളിച്ചം പകർന്നു തരുന്ന ഗുരുക്കന്മാരുണ്ട്. അവരുടെ ഉപദേശങ്ങളെല്ലാം നല്ലതാണ്. നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സിൽ ഉയരാം, എങ്ങനെ നല്ല വിദ്യാഭ്യാസം ചെയ്യാം, എങ്ങനെ നല്ലൊരു ജോലി സ്വന്തമാക്കാം, ഈ ഭൂമിയിൽ എങ്ങനെ ശ്രേഷ്ഠകരമായൊരു ജീവിതം നയിക്കാം,
അതായത് വലിപ്പം കുറഞ്ഞ വെളിച്ചം. ഇന്ന് പലരും വലിപ്പം കുറഞ്ഞ വെളിച്ചത്തിൻ്റെ പുറകെയാണ്. ഈ വലിപ്പം കുറഞ്ഞ വെളിച്ചം പറയുന്നത് എങ്ങനെ ഈ ഭൂമിയിൽ വാഴാമെന്നാണ്. എന്നാൽ വലിപ്പം കൂടിയ വെളിച്ചം നമുക്ക് തരുന്ന വെളിച്ചം, ഈ ഭൂമിക്കപ്പുറം ജീവിതമുണ്ട്. ഈ ഭൂമിയിലും വലിയ ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹവും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും. ഈ വലിപ്പമേറിയ വെളിച്ചമാണ് നരകത്തെയും സ്വർഗത്തെയും നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ വലിപ്പം കുറഞ്ഞ വെളിച്ചങ്ങൾ കാണിച്ചു തരുന്നതോ ഈ ഭൂമിയിലുള്ള ജീവിതമാണ്. എങ്ങനെ ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാക്കാം, എങ്ങനെ ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാം, പുതിയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ നടത്താം. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ പോയാൽ അതിനെ നേരെയുള്ള അത്രയും പുസ്തകങ്ങളുണ്ട്. മഹാന്മാരുടെ പുസ്തകങ്ങൾ. വലിപ്പം കുറഞ്ഞ വെളിച്ചം നിങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഏതാണ്? വലിപ്പം കുറഞ്ഞതാണോ? സ്കൂളിൽ കോളേജിൽ പോയാൽ വായിച്ചാലും തീരില്ല, പഠിച്ചാലും തീരില്ല. എന്താ ബൈബിളാണോ വായിക്കുന്നത്? അല്ല. പഠിച്ചിട്ടും തീരുന്നില്ല. പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. മെഡിസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അത് അല്പം വെളിച്ചമാണ് കിട്ടുന്നത്. എന്താണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ, കിഡ്നിയുടെ ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓരോ അവയവത്തിന്റെ ഉള്ളിൽ എന്താണ്? ഏറ്റവും ഒടുവിൽ ചെല്ലുമ്പോൾ അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ട്. അതോടെ അത് തീർന്നു. അവർക്ക് എവിടം വരെ വെളിച്ചം കിട്ടിയോ അവിടം വരെ അവർ പഠിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ പറയും, വൈദ്യശാസ്ത്രത്തിന് ഇതിൽ മരുന്നില്ല, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ കഴിയൂ, ഇനി 2 ആഴ്ചയും കൂടി ബാക്കിയുള്ളൂ. വലിപ്പം കുറഞ്ഞ വെളിച്ചം ഇവിടം വരെ നമ്മളെ കൊണ്ടുവരും. എന്നാൽ വലിപ്പം കൂടിയ വെളിച്ചത്തിന്റെ പ്രത്യേകത, നിലത്തു തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തേച്ചിട്ട് പറയാണ്, പോയി കഴുക്, തിരിച്ച് കാഴ്ചയുള്ളവനായി വാ. വലിപ്പം കൂടിയ വെളിച്ചത്തിന്റെ മുമ്പിൽ എല്ലാം സൂപ്പർ നാച്ചുറലാണ്, എല്ലാം അത്ഭുതമാണ്, എല്ലാം അടയാളമാണ്. ഞാൻ വിശ്വസിക്കുന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതം വലിപ്പമേറിയ വെളിച്ചത്തിലേക്ക് തിരിയണം, യേശുവിലേക്ക് തിരിയണം. യേശുവിനെ കൈക്കൊണ്ട ഏതു മനുഷ്യരും ആ വലിയ വെളിച്ചത്തിലേക്ക് വരും. അവൻ കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു. ഉടനെ ആ സമൂഹത്തിലുള്ള കുറെ പേര് അവനെ ഒറ്റപ്പെടുത്താൻ നോക്കി. എന്നാൽ ആ വലിപ്പം കൂടിയ വെളിച്ചം അവന്റെ മുൻപിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കും. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ നീതി സൂര്യന്റെ വെളിച്ചത്തിന്റെ കീഴെയാണോ, ഞാൻ ചെറിയ വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നുവോ? നിങ്ങളെ പ്രകാശിപ്പിച്ചത് ഈ ലോകത്തിലെ ഒരു തത്വചിന്തകന്റെ വെളിച്ചമാണോ, ഒരു മഹാന്റെ വെളിച്ചമാണോ? സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞ കോട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, യേശു ക്രിസ്തു എൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം കഴുകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മഹാനായി അവസാനിച്ചു. യേശുവിനെ സ്വീകരിച്ചൊന്നുമില്ല. കാരണം യേശുവിനെ ആരും കഴുകണ്ട, യേശുവിൻ്റെ രക്തമാണ് എല്ലാവരെയും കഴുകേണ്ടത്. എന്നാൽ ആ മഹാൻ പറഞ്ഞ കാര്യം നല്ലതാണ്, അദ്ദേഹത്തിന് അത്രയും വെളിച്ചമേ കിട്ടിയുള്ളൂ. എന്നാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനുള്ള വെളിച്ചമുണ്ട്, നീതിയിൽ നടക്കാനുള്ള വെളിച്ചമുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ സത്യത്തിൽ. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. സത്യ വെളിച്ചം നമുക്ക് നമ്മുടെ മുൻപിൽ വലിയ പ്രകാശമുണ്ട്. യേശു നമുക്ക് തുറന്നു തന്നു. നമുക്ക് നരകം എന്താണെന്നറിയാം, സ്വർഗം എന്താണെന്നറിയാം, പാപം എന്താണെന്നറിയാം, വിശുദ്ധി എന്താണെന്നറിയാം. നല്ലതും തീയതും കാണാൻ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കർത്താവ് നമ്മിൽ ഉദിച്ചതാണ്
നമ്മുടെ വിജയരഹസ്യം. പലർക്കും, ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറച്ചു. ശിശുക്കൾക്ക് കർത്താവ് അത് വെളിപ്പെടുത്തി. ഈ വലിയ വെളിച്ചമായ യേശുവിനെ കുറിച്ച് എല്ലാ മഹാന്മാരും, മഹാത്മാഗാന്ധി ഉൾപ്പെടെ കോട്ട് ചെയ്തു. എന്നാൽ യേശുവിന് വേണ്ടി അവരുടെ ഹൃദയം കൊടുത്തില്ല. ഹൃദയം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞത് അവർക്കും അനുഗ്രഹമായി. കാരണം അവരുടെ പേരിൽ കുറച്ചും കൂടി സ്റ്റാർ വരാനിടയായി. എന്നാൽ നമ്മൾ, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ ആ വെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഇന്ന് നമ്മൾ വിശുദ്ധരാണ്, നീതിയുള്ളവരാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തും. അനേകർക്ക് നമ്മൾ പകലുണ്ടാക്കി കൊടുക്കുന്നവരും പ്രകാശിക്കുന്നവരും സൗഖ്യമാക്കുന്നവരുമായി നമുക്ക് തീരാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ ആയിരങ്ങൾക്ക് ഫലമുണ്ടാകട്ടെ, 10,000-ങ്ങൾക്ക് വിടുതലാകട്ടെ. സത്യ വെളിച്ചത്തിൻ്റെ കീഴെ, നീതി സൂര്യൻ്റെ കീഴെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കാനുള്ള ഈ കൃപ തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പകൽ വാഴേണ്ടവരും മറ്റുള്ളവരെ കൂടി ഈ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടവരുമാണല്ലോ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന ചെറിയ വെളിച്ചങ്ങളിൽ കിടക്കുന്നവർ ഈ വലിയ വെളിച്ചത്തിലേക്ക് വരാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് ഈ സത്യം, വൈദ്യശാസ്ത്രം കൈവിട്ടത് സൗഖ്യമാകുമെന്നുള്ളൊരു വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള ഈ വിശ്വാസം ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ഇപ്പോൾ ഇവരുടെ മേൽ നടക്കട്ടെ. മാറാവ്യാധികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരികമായ പല ബന്ധനങ്ങളും അഴിയട്ടെ. മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർ സ്വതന്ത്രമാകട്ടെ. സാമ്പത്തികമായ ഉറവകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ വലിയ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ. ഇന്ന് രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം, അനുഗ്രഹിക്കപ്പെടണം. ഗോഡ് ബ്ലസ് യു.